LPG വിതരണം സംബന്ധിച്ച് അനിശ്ചിതത്വം ഉയർന്നതോടെ സംസ്ഥാനത്തെ വീട്ടമ്മമാരൊക്കെ ആശങ്കയിലാണ്. സിലിണ്ടർ ബുക്കിംഗുകൾക്കായി 25 ദിവസത്തെ ഇടവേള വരുത്തിയതും പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയ്ക്കുമെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന അധികൃതരുടെ മുന്നറിയിപ്പും ഗാർഹിക മേഖലകളിൽ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ആശങ്കകൾ ചർച്ചയാകുമ്പോൾ തിരുവനന്തപുരത്തെ ഒരു വീട്ടിൽ നിന്ന് സന്തോഷ് നമ്മളോടൊപ്പം ചേരും. എന്താണ് അവിടെയുള്ളവർക്ക് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. ഗ്യാസുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ തന്നെയും പുറത്തു വരുമ്പോൾ ഏറ്റവും അധികം ആശങ്ക ഉണ്ടാകുന്നത് വീട്ടമ്മമാർക്കാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ നേരത്തെ 21 ദിവസത്തിന് ശേഷമാണ് ഗ്യാസ് ബുക്ക് ചെയ്യാമെന്നുള്ള അറിയിപ്പാണ് വന്നിരുന്നെങ്കിൽ ഇപ്പോൾ അത് 25 ദിവസമായിട്ട് കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഗ്യാസ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ 2 കുറ്റി ഉണ്ട് എങ്കിൽ പോലും നമുക്ക് അടുത്ത ഒരു ഗ്യാസ് കുറ്റി ബുക്ക് ചെയ്യണമെങ്കിൽ 25 ദിവസം കഴിയണം എന്നുള്ളതാണ്. നിലവിൽ മറ്റ് പ്രതിസന്ധികളൊന്നും കേരളത്തിൽ അങ്ങനെ അധികം ഇടങ്ങളിൽ പ്രത്യേകിച്ച് വീടുകളിലൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കടകളിലൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില പ്രതിസന്ധികളൊക്കെ ഉണ്ട്. പക്ഷെ വീടുകളിലേക്ക് ആ പ്രതിസന്ധി നിലവിൽ എത്തിയിട്ടില്ല. ബാംഗ്ലൂർ, ചെന്നൈ പോലുള്ള വലിയ നഗരങ്ങളിലൊക്കെയാണ് ആ വലിയ പ്രതിസന്ധി റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. ഇപ്പം എന്തായാലും നമ്മളൊരു തിരുവനന്തപുരത്തെ തന്നെ ഒരു വീട്ടിലാണ് നിൽക്കുന്നത്. നമുക്ക് കാണാതെ ഗ്യാസിൽ സാധനങ്ങളൊക്കെ റെഡിയായിരിക്കുന്നുണ്ട്. ഒരു ടെൻഷനുണ്ടോ നമുക്ക്? 25 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പം 5 ദിവസമാണെങ്കിൽ ടെൻഷനുണ്ട്. നമ്മൾ എത്ര ദിവസം കൂടുമ്പോഴായിരിക്കും ഗ്യാസ് എടുക്കുന്നത്? ഗ്യാസ് എടുക്കുന്നത് ഒരു 20-21 ദിവസം ആകുമ്പോൾ ബുക്ക് ചെയ്യാറുണ്ട്. ഇനിയിപ്പം ഈ 25 എന്നുള്ള നിലവിൽ പറഞ്ഞിരിക്കുന്ന ഒരു കണക്കാണ്. അതിപ്പോൾ നമുക്കൊരു 30-ഓ 35-ഓ ഒക്കെ ആയിക്കൂടായിരിക്കില്ല. അത്ര വലിയ പ്രതിസന്ധിയിലേക്ക് പോകില്ല എന്നാണ് ഒരു വിലയിരുത്തൽ. പക്ഷെ പോകുകയാണെങ്കിൽ നമ്മൾ ഈ ഗ്യാസ് അല്ലാതെ മറ്റെന്തെങ്കിലുമൊക്കെ വഴി നമുക്ക് കൊണ്ടോ? ഇപ്പം പ്രത്യേകിച്ച് അതിനുള്ള പാത്രങ്ങളൊന്നും സജ്ജീകരിച്ച് വെച്ചിട്ടില്ല. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും എന്നാൽ അങ്ങനെയാണെങ്കിൽ. നമ്മളിപ്പോൾ സിറ്റിയിൽ, ഇപ്പോൾ ഒരു സിറ്റി ആണല്ലോ, ഇവിടെ അടുത്തടുത്തൊക്കെ തന്നെ വീടുകളുണ്ട്. അപ്പോൾ നമുക്ക് പഴയ പോലെ ഒരു അടുപ്പ് അല്ലെങ്കിൽ പോയി വിറകൊക്കെ പിറക്കിക്കൊണ്ട് വന്ന് തീ കത്തിക്കാനുള്ള ഒരു ഓപ്ഷനൊന്നും ഇപ്പോൾ ഇല്ലെന്ന് തോന്നുന്നല്ലേ? ഇല്ല, അതില്ല, അങ്ങനെയുള്ള ഓപ്ഷനൊന്നും ഇല്ല. അപ്പം ഈ ഗ്യാസ് ഇല്ലെങ്കിൽ ഇൻഡക്ഷൻ അടുപ്പ് എന്നുള്ളതാണല്ലേ അടുത്തത്? അതെ, അത് എല്ലാ പാത്രവും അതിൽ ഇൻഡക്ഷനിൽ വെക്കാനായിട്ട് സാധിക്കില്ല. അപ്പം ഗ്യാസ് ഇല്ലെങ്കിൽ അടുപ്പിലും ഇൻഡക്ഷനിലും വെക്കുന്ന പാത്രങ്ങളെല്ലാം കണ്ടെത്തണം. പിന്നെ ഇൻഡക്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ കറണ്ട് ബില്ല് കൂടും. ഇങ്ങനെ ഒരു വാർത്തയൊക്കെ അറിഞ്ഞപ്പോൾ നമ്മൾ ഈ ഉപയോഗം കുറച്ചിട്ടുണ്ടോ? ഉപയോഗമൊന്നും കുറച്ചില്ല. കാരണം ഉപയോഗം കുറയ്ക്കാൻ പറ്റില്ലല്ലോ. കുഞ്ഞുങ്ങളുണ്ട് വീട്ടിൽ, അത്യാവശ്യ സാധനങ്ങളെല്ലാം നമ്മൾ പാകം ചെയ്തേ പറ്റൂ. അങ്ങനെ വരുമ്പോൾ ഉപയോഗമൊന്നും ഇതുവരെയും കുറച്ചില്ല. ഇത് നീണ്ടു പോവുകയാണെങ്കിൽ ഇങ്ങനെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു ആശങ്കയുണ്ടോ ഒരു വീട്ടമ്മ എന്ന നിലയിൽ ചോദിക്കുകയാണ്? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അടുപ്പിലാണെങ്കിൽ അതിൻ്റെ പുകയും കരിയെല്ലാം നമ്മൾ കുറച്ചുകൂടെ ജോലി കൂടും. അതിനുള്ള പാത്രം തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ ആശങ്ക ഉയർന്നു തന്നെ നിൽക്കുകയാണ്. എന്തായാലും ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഉടൻ പരിഹാരം കാണുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ഒരു പ്രതീക്ഷ. സദന സുജുവാണ് തിരുവനന്തപുരത്തെ ഒരു വീട്ടമ്മയോടൊപ്പം ആ വിശേഷങ്ങൾ പങ്കുവെച്ചത്. ഞാൻ ആലോചിക്കായിരുന്നു, കറക്റ്റ് എൻ്റെ വീട്ടിലാണെങ്കിലും 21 ദിവസം കഷ്ടി എന്നതാണ് ഒരു സിലിണ്ടർ എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കൃത്യമായിട്ട് ആ ദിവസം പറയുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 25 ദിവസം എന്ന് പറയുമ്പോൾ നമുക്കും ഒരു ആശങ്കയുണ്ടാകും. ഇനി അടുത്ത സിലിണ്ടർ കിട്ടാൻ ഒരു 4 ദിവസം പോയില്ലേ, ഇൻഡക്ഷൻ കുക്കറോ മറ്റോ ആശ്രയിക്കേണ്ടി വരുമോ? അങ്ങനെയാണെങ്കിൽ അത് ബജറ്റിനെ ബാധിക്കുമോ? ഇനി ഇൻഡക്ഷൻ കുക്കർ ഉണ്ടാവില്ല ചിലപ്പോൾ എല്ലാ വീട്ടിലും. അപ്പോൾ അവർക്ക് ഇനി എന്ത് ചെയ്യും എന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വീടുകളിൽ വാടകയ്ക്ക് നിൽക്കുന്നവരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ ഇത്തരം ചിന്തകളൊക്കെ ഉണ്ട്. എന്തായാലും ആ വലിയ പ്രശ്നത്തിലേക്കൊന്നും പ്രതിസന്ധിയിലേക്കൊന്നും പോകാതെ പരിഹരിക്കാൻ കഴിയട്ടെ അല്ലേ?